ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മച്ചി രുചികരമായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ചക്കക്കുരു കറിയാണ്. ചക്കക്കുരു മാത്രമല്ല, അതിനകത്ത് നമ്മൾ 2-3 വെജിറ്റബിളും കൂടി ഇടുന്നുണ്ട്. അതിലിടുന്ന വെജിറ്റബിള് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 15 ചക്കക്കുരു ക്ലീനാക്കി 4ആയിട്ട് ആണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു 1.5 കപ്പ് വെള്ളരിക്ക ചെറുതായിട്ട് മുറിച്ചത്, 1.5 കപ്പ് പടവലങ്ങ ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ ഒരു 1/2 കപ്പോളം മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മുരിങ്ങയ്ക്ക, 2 പച്ചമുളക് ഞാൻ 2ആയിട്ട് പുളർന്നത്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. ആ വെള്ളത്തിൽ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം ഞാൻ ഈ ചക്കക്കുരുവില് വെള്ളം ഒഴിച്ച് ചക്കക്കുരുവിന് നല്ല വേവുള്ളത് കൊണ്ട് അതിൽ ആദ്യം ഞാൻ വെള്ളം ഒഴിച്ച് വെന്തൊരു പകുതി പരുവാകുമ്പോഴേ ബാക്കി വെജിറ്റബിൾ ഞാൻ ഇടുന്നുള്ളൂ. അത് ഇടുമ്പോഴത്തേക്കിന് ഞാൻ കാണിച്ചു തരാം. ചക്കക്കുരു നമ്മൾ വേവിക്കുമ്പം ഇച്ചിരി വെള്ളം ഏറെ ഒഴിച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ അരപ്പ് അതിൽ ചേർക്കുമ്പം അതനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി. ഇപ്പം ഞാൻ ഇനി ചക്കക്കുരു വേവിക്കാനായിട്ട് വെക്കുകയാണ്. അത് ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിളും കൂടി ഇടാൻ പോവുകയാണ്. ഇത് ആദ്യം ഞാൻ ഇടുന്ന വെള്ളരിക്ക ഒരു ഈ വലുപ്പത്തിൽ കഷ്ണിച്ചാൽ മതി. വെള്ളരിക്ക, മാങ്ങയാണെങ്കിലും അത് എത്ര വലിപ്പമുള്ള മാങ്ങയുടെ കാര്യം ഇത് പുളി കുറവുള്ള മാങ്ങ ഉണ്ടാകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. ഇത്ര പുളി ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചുള്ള മാങ്ങയെ ഇടാവുള്ളൂ. ഇപ്പം തീരെ പുളിയില്ലാത്ത മാങ്ങയാണ്. മുരിങ്ങയ്ക്ക, പടവലങ്ങ, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർക്കാൻ പോവുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ഞാൻ ഇട്ടു. അപ്പോൾ ഈ വെജിറ്റബിൾ വേകാനായിട്ടുള്ള വെള്ളമേ ഉള്ളൂ. ഈ വെജിറ്റബിൾ ഇനി വേകാനായിട്ട് ഇനി അധികം സമയം എടുക്കത്തില്ല. മൂടി വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്ത്, ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി വെജിറ്റബിൾ വേകാനായിട്ട് ഇനി അധികം സമയം എടുക്കത്തില്ല. മേ ബി ഒരു 10 മിനിറ്റ്സ് മതിയായിരിക്കും. കറിക്കുള്ള അരപ്പിനുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2.5 കപ്പ് തേങ്ങ, അത് ഫ്രഷായിട്ട് ചിരണ്ടി എടുത്തതാണ്. 3/4 ടീസ്പൂൺ ജീരകം, 1 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, 3 കാന്തകാരി, നല്ല എരിവുള്ള കാന്തകാരിയാണ്. കാന്തകാരി ഇല്ലാത്തവർക്ക് പച്ചമുളക് ഉപയോഗിച്ചാലും മതി. പിന്നെ 2 ചുമല ചെറിയ ഉള്ളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർക്കുന്നുണ്ട്. അമ്മച്ചി എപ്പോഴും പറയാറുണ്ട്, കറി അരച്ചെടുക്കുന്നത് പോലെ ഇരിക്കും കറിയുടെ രുചി എന്ന് പറഞ്ഞ പോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണമെന്ന് അമ്മച്ചിയുടെ ഒരു ചൊല്ലാണ്, വെണ്ണ പോലെ അരച്ചെടുക്കണമെന്ന്. ഇനി ഞാനിത് അരയ്ക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അരപ്പ് ഇപ്പം നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. ഈ കറിയിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് വെള്ളമാകരുത്, എന്നാൽ കുറുകിയിരിക്കരുത്. ആ പരുവത്തിൽ വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇതിൽ ഞാൻ ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ചക്കക്കുരു വേവിക്കാൻ വെച്ചപ്പോഴത്തേക്കിന് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തായിരുന്നു, പിന്നെ ഉപ്പ് ചേർത്തില്ല. എന്നാലും ഞാനിതിൽ തേങ്ങ ഇട്ടതിന് ശേഷം, അരപ്പിട്ടതിന് ശേഷം ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഉപ്പ് സ്വല്പം കുറവുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇടുകയാണ്. തേങ്ങ നന്നായിട്ട് അരഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഇത് നോക്കുമ്പോഴും തന്നെ കാണാം. അല്ലെങ്കിൽ തേങ്ങ അരഞ്ഞില്ലെന്ന് വരില്ല, ഇങ്ങനെ പീരയൊക്കെ ആയിട്ട് കിടക്കും. ഇതിപ്പോൾ നന്നായിട്ട് അത് അരഞ്ഞു ചേർന്നിട്ടുണ്ട്. അത് അരപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചൂടാക്കണ്ട, ഒരു ചെറിയൊരു സ്റ്റീം വരുമ്പോഴത്തേക്കിന് നമ്മൾ നിർത്തണം. അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടാകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ കറിയിൽ നിന്ന് സ്റ്റീം ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാം. ആ സമയമാകുമ്പോഴത്തേക്കിന് നമ്മളിത് സ്റ്റൗവിൽ നിന്ന് മാറ്റണം. അത് കഴിഞ്ഞ് ഇതിൽ കടുക് പൊട്ടിച്ച് ഒഴിക്കണം.
കറിക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഞാനൊരു സ്റ്റൗവിലൊരു ചെറിയൊരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ഇടുന്നു. 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഞാനൊരു സ്വല്പം ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂടി വെക്കുകയാണ്. ഫ്രഷ് കറിവേപ്പില നമ്മളിട്ട് ഇങ്ങനെ മൂടി വെക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. വളരെ രുചികരമായ ചക്കക്കുരു കറി റെഡിയായിട്ടുണ്ട്. ഇതിന് ഞാൻ വളരെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നതിലും ഭേദം നിങ്ങൾ ഇതുപോലെ ഈ ചേരുവകൾ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. വീട്ടിലെപ്പോഴും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണിത്. ഈ കറിയുടെ കൂട്ടത്തിൽ ഞങ്ങൾ സാധാരണ ഉണക്കമീൻ അല്ലെങ്കിൽ പച്ചമീൻ വറുത്തത് കൂട്ടിയാണ് ചോറുണ്ടുകൊണ്ടിരുന്നത്. അത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെന്ന് വരികിൽ അറിയിക്കുക.